നമസ്കാരം. മലപ്പുറം തിരുനാവായ അവിടെ നടന്ന കുംഭമേള, കഴിഞ്ഞ വർഷം നടന്ന കുംഭമേള, അത് വളരെ സ്മൂത്തായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ പ്രതീക്ഷിച്ചതിലും 100 മടങ്ങ് ഗംഭീരമായിട്ട് കഴിഞ്ഞു. നമ്മളെല്ലാം കണ്ടതാണ്. അതിൻ്റെ ഗംഭീരത്വം അവിടെയുള്ള പാർട്ടിസിപ്പേഷനാണ്, ആളുകളുടെ പാർട്ടിസിപ്പേഷൻ. അതിന് അതിവിപുലമായിട്ടുള്ള പ്രചാരണ വേലയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്നു കൂടി. വീണ്ടും ഒരിക്കൽ കൂടി അവിടെ കുംഭമേള നടത്താനുള്ളൊരു പ്രചോദനം അതിന് കിട്ടുകയും ചെയ്തു, നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്രയും കാലമായിട്ടും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നല്ലതല്ലാത്ത വാർത്തകളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ സുഖകരമല്ലാത്തൊരു വാർത്ത മലപ്പുറത്തുനിന്ന് വരികയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് മലപ്പുറത്ത് ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെ വളരെ വലിയ സ്ഫോടക വസ്തു ശേഖരമുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ അവരവിടെ വന്നപ്പോൾ സത്യമാണ്, അത് പിടികൂടി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പിടികൂടി, ഈ വസ്തുവകകളും പിടികൂടി, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും പിടികൂടി. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായിട്ടും ഞെട്ടിപ്പിക്കുന്ന സംഭവം അറിയുന്നത്. മലപ്പുറം, അത് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ മാത്രമാണ്. നമ്മൾ പല രാജ്യങ്ങളില്ലേ, ഇപ്പോൾ ജർമ്മനിയുണ്ട്, അയർലൻഡുണ്ട്, അല്ലെങ്കിൽ നോർവേ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, സ്പെയിനുണ്ട്, ബെൽജിയമുണ്ട്. ഇതുപോലെ വേറെ വേറെ രാജ്യങ്ങളിൽ പെട്ടതാണ് ഇന്ത്യ, മലപ്പുറം, അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. മലപ്പുറത്ത് വേറെ ആരും പാടില്ല, ഞങ്ങളെ പാടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ അധീനതയിൽ ജീവിക്കുന്നവരെ അവിടെ പാടുള്ളൂ. അങ്ങനെ കരുതുന്ന ഇസ്ലാമിസ്റ്റ് അവരുടെ ഭീകരതയുടെ, അവരുടെ അഖിലലോക ഭീകരതയുടെ ഒരു 10% പോലും അവിടെ ആയിട്ടില്ല, ആകും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ. ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹിന്ദു ഡൊമിനേഷൻ നടക്കരുത്. ആളുകളെ മാറ്റി പ്രഷറൈസ് ചെയ്ത് അവിടുന്ന് ഓടിക്കുന്ന സമയത്താണ് ഹിന്ദുക്കൾ അവിടെ ഒന്നും നിറയുന്നത്. അതവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അടുത്ത വർഷവും ഇതേപോലെ കുംഭമേള നടക്കുമെന്നാണ് കേട്ടത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കി മാറ്റാൻ, നിങ്ങളത് വേറെ എവിടെയും നടത്തിക്കോളൂ, ഞങ്ങളുടെ രാജ്യത്തിൽ നടത്തരുത്, ഭയപ്പെടുത്തിയിട്ട് ഓടിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു അത്ര ഇത്രയും വലിയ സ്ഫോടക വസ്തു ശേഖരം അവിടെ സൂക്ഷിച്ചിരുന്നത്. കുംഭമേളയ്ക്ക് ആളുകൾ വരുമ്പോൾ പ്രയോഗിക്കാൻ തന്നെ. ഇതാണിപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കിട്ടിയ വിവരം, അവർക്ക് കിട്ടിയ തെളിവുകൾ. തിരുനാവായ കുംഭമേളയും ഭീകരന്മാർ ലക്ഷ്യമിട്ടു എന്ന് സാരം. എവിടേക്ക് ഹിന്ദുക്കളുടെ ഡൊമിനേഷൻ നടക്കുന്നുവോ, ഹിന്ദുക്കളെ കൂടിച്ചേരുന്നുവോ, അവിടേക്കും ലക്ഷ്യമിടുന്നുണ്ട് എന്നല്ലേ അറിയേണ്ടത്. ആരോ എവിടെയോ എങ്ങനെയോ ലക്ഷ്യമിടുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞു വരില്ല. എല്ലാം കഴിഞ്ഞ് അവർ ഓപ്പറേഷൻ കഴിയുമ്പോഴായിരിക്കും ആളുകൾ വല്ലതും അറിയുക. അപ്പോഴേക്കും കുറേ എണ്ണം സ്വർഗത്തിൽ പോയിട്ടുണ്ടായിരിക്കും, ഇവിടുന്ന് കാലപുരിക്ക് പോയിട്ടുണ്ടാവും. മലപ്പുറത്ത് പിടികൂടിയ സ്ഫോടക വസ്തു ശേഖരം തിരുനാവായിൽ നടന്ന മാഘ മഹോത്സവത്തെ തകർക്കാൻ ലക്ഷ്യപ്പെടുത്തി സമാഹരിച്ചതാണെന്നുള്ള സംശയം പണ്ടേ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഏകദേശം ഉറപ്പിക്കാറായി കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതിന് മുഖ്യപ്രതി ആയിട്ടുള്ള ഹാരിസ് ടി.എ. അയാളെ NIA മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളിൽ നിന്നാണ് ഈ സംഭവത്തെ
കുറിച്ചുള്ള അനേകം വിവരങ്ങൾ ലഭിച്ചത്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഈ ഡൊമിനേഷൻ പ്രോഗ്രാം, എല്ലാം തൻ്റേതാക്കി മാറ്റുന്ന പ്രോഗ്രാം, തങ്ങളുടെ വലയത്തിൽ നിർത്താനുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാം, ഇത് കലാരംഗത്തുണ്ട്, കായിക രംഗത്തുണ്ട്, രാജനൈതിക പൊളിറ്റിക്സ് രംഗത്തുണ്ട്, സാഹിത്യ രംഗത്തുണ്ട്. ഇല്ലാത്ത രംഗത്തൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സംഭവത്തെ, ഇത് മാത്രമല്ല, ഇപ്പോൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പോലും അവർ കൈയടക്കിയിരിക്കുകയാണ്. ഇവിടെ തോൽക്കുന്നത് ഒരു പരിധിവരെ ക്രൈസ്തവ സമൂഹം, പരിപൂർണമായിട്ട് തോൽക്കുന്നത് ഹിന്ദു സമൂഹം. കാരണം അവർക്കിപ്പോൾ വാക്കില്ല, നോക്കില്ല, അവർക്ക് കേൾവികളില്ല, വെറും ഉണക്കച്ചുള്ളികളായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദു സമൂഹം. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ട് പോലും അവർ വലിയ രൂപത്തിൽ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിനകത്ത് ആരെങ്കിലും നിവർന്നു നിന്ന് സംസാരിക്കേണ്ടെങ്കിൽ അയാൾക്ക് അപ്പോഴും അടി വീഴും. അയാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ മുമ്പിലൊരു തിരശ്ശേരിയിടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് TG മോഹൻദാസ്. അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണ്, ചന്ദ്രനിലേക്ക് പോകുന്ന ആംസ്ട്രോങ്, കോളിൻസ്, അങ്ങനെ ആൾക്കാർ ചന്ദ്രനിൽ പോയല്ലോ. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുട്ടുന്ന നീൽ ആംസ്ട്രോങ് ആണല്ലോ. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു വരുമായിരുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നം വെറുതെ തമാശയ്ക്ക് പറയാം. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു ഈ 4 മണിക്കൂറുകൊണ്ട് എല്ലാത്തിനും അവിടെ ഓടിച്ചാലേ പറഞ്ഞു. അതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലമുള്ളായി, ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് ആയിട്ട് പറഞ്ഞതല്ല, ഉദാഹരണമായിട്ട് പറഞ്ഞതല്ല. ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി തെമ്മാടി എന്ന് പറഞ്ഞൊരു കേസുണ്ടായോ? സുകുമാര തെമ്മാടി പറഞ്ഞ കേസുണ്ടായോ? അപ്പം ആ രീതിയിൽ ചവിട്ടിക്കൂട്ടുകയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ. അതിൻ്റെ ഇടയിലാണ് ഒരു ഉണർവ് കാണിച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് വാല് കിടന്ന ആടിൻ്റെ ജീവൻ പോയിട്ടില്ല എന്ന് പറയില്ലേ? ആ അവസ്ഥയിൽ ഹിന്ദു തിരുനാവായയിൽ വലിയ രൂപത്തിൽ സമ്മേളിച്ചത്. ആരും വിളിച്ചു കൊണ്ടുവന്നതല്ല. സാധാരണ രീതിയിലുള്ള പോസ്റ്റുകൾ ഈ യൂട്യൂബിനകത്ത് നോക്കി വന്നു, അത് കണ്ടിട്ട് ആൾക്കാർ വന്നതാണ്. മൗത്ത് പബ്ലിസിറ്റി, ഇവിടെ പറഞ്ഞ് കർണാകർണിയ അറിഞ്ഞവിടെ വന്നതാണ്. അത് കണ്ടപ്പോൾ അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർക്ക് അതിൽ കുറച്ച് വിഷമം തോന്നി. ഈ ഒരു സംഭവത്തെ അതിൻ്റെ പേരിലാണ് എന്നാണ് ഇപ്പോൾ NIA പറയുന്നത്, ഒരു രൂപത്തിലുള്ള സ്ഫോടക വസ്തു ശേഖരം ഉണ്ടാക്കി വെച്ചത്. പക്ഷെ പ്രയോഗിക്കാൻ അവർക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല എന്ന് മാത്രം. ഈ ഒരു സംഭവത്തെ ഇവിടെയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പരിപൂർണമായിട്ട് മൂടിവെച്ചു. കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകൾ, പത്രങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ ഇവിടെ ഉള്ളൂ. പണ്ടൊക്കെ സിനിമയിൽ തലമുട്ടടിച്ചിട്ട് ഒരു മുസ്ലിം ഭീകരൻ വരാറുണ്ട്. ഇപ്പം അത് ഹിന്ദു ഭീകരനായിട്ടുണ്ട്. ഹിന്ദു സന്യാസിമാരെ അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ആ സിനിമയുടെ പേരെനിക്ക് ഓർക്കുന്നില്ല. മാധവിയാണ് നായിക, നായകൻ മുരളിയാണ്. മുരളിയുടെ ആദ്യകാല ചിത്രമാണ്. വില്ലൻ NF വർഗീസാണ്. 4 കുട്ടികൾ. ആ 4 കുട്ടികളെ അച്ഛനമ്മയും മരിക്കുമ്പോൾ അനാഥരാവുകയാണ്. അവരുടെ അച്ഛൻ അവിടെ കൊല്ലപ്പെടുകയാണ്. അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനു പറയുന്നു? ആ കുട്ടികൾ അനാഥരായി. ആ കുട്ടികളെ, അവർ ക്രിസ്ത്യാനികളാണ്, ഈ അച്ഛനമ്മയും ക്രിസ്ത്യാനികളാണ്, കുട്ടികളും ക്രിസ്ത്യാനികളാണല്ലോ. അവരെ കരുണാമയനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ നാമധേയത്തിൽ ഓരോരുത്തർ അവരവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനാഥരായില്ല. അവർ ട്വിസ്റ്റ് അതല്ല. ഇവരെ അനാഥരാക്കാൻ ശ്രമിച്ചതും ആ കുട്ടികളെ അച്ഛനെ കൊന്നതും ആരാ? കേശവൻ. ഹിന്ദു കേശവൻ
ഹിന്ദു. കുമ്പടിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ജഗദീഷ് കുമാർ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു കുമ്പടി. അപ്പോൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും എവിടെയും ഹൈന്ദവ സമൂഹത്തെ താറടിച്ച് കാണിക്കില്ല, കീഴൊഴുക്കിയാണ് തലയിൽ കൂടെ. മീശ, പെണ്ണുങ്ങൾ പോകുന്നത് അവരുടെ ഗുഹ്യഭാഗങ്ങൾ നാട്ടുകാരെ കാണിക്കാനെന്ന് പറഞ്ഞിട്ടാണ് മീശ എന്ന് പറഞ്ഞ് നോവൽ എഴുതി, മിണ്ടിയില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വരില്ല. ഇന്നിപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ചാനലുകളൊക്കെ ഉള്ളൂ. കേരളം അൽ കേരളമായിട്ട് മാറി എന്നർത്ഥം. ചാനലുകൾ മുഴുവൻ അൽ കേരളത്തിൻ്റെ ചാനലുകളായി മാറി എന്നർത്ഥം. ഇസ്ലാമിസ്റ്റുകളുടെ വെള്ളംകോരികളും ആയതുകൊണ്ട്, വെള്ളംകോരികളും വറകോട്ടികളായതുകൊണ്ട് സ്വാഭാവികം അവർ മൗനം പാലിക്കും അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, തിരുനാവായയിൽ കുറച്ച് ദിവസം മാത്രമായിരുന്നു ആ മാഘ മഹാമേളം നടന്നത്. ആ സമയത്ത് മാത്രമേ ആളുകൾ അവിടെ വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള ജനക്കൂട്ടമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ ആളുകൾ വരുമ്പോഴാണ് അവിടെ സ്ഫോടന പദ്ധതി ഇടുന്നത്. എന്നാലല്ലേ അവർക്ക് കൂടുതൽ ആളുകളെ കശാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ അവിടെ എന്നും ജനത്തിരക്കാണ്. സൂക്ഷിക്കേണ്ടതുണ്ടോ? ശബരിമല അതും ഇതുപോലെ തന്നെ പലപ്പോഴും തുറക്കുന്നുണ്ട്. തുറക്കുമ്പോൾ അവിടെ വലിയ ആളുകൾ വരുന്നുണ്ട്, ജനക്കൂട്ടം വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതും ഈ സ്ഥാപനങ്ങളെയാണ്, അവിടുത്തെ ആൾക്കൂട്ടത്തെയാണ്. മലബാർ കേന്ദ്രീകരിച്ച്, എസ്പെഷ്യലി മലപ്പുറം കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് ആണ് ഈ പരിപാടികളോട് നടക്കുന്നത്. ലഹരി കടത്ത് അടക്കമില്ല. കരിപ്പൂർ വിമാനത്താവളം വന്നതോടുകൂടി എല്ലാം എളുപ്പമാകുകയും ചെയ്തു. ഇനി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, മലപ്പുറത്തെ പിടിച്ചുകെട്ടുക, അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക. അതല്ലെങ്കിൽ അത് മറ്റൊരു കാശ്മീരായിട്ട് മാറും. ഇന്ത്യക്ക് അത് വലിയ ത്രട്ടായിട്ട് മാറും. മലപ്പുറം ചെമ്മാട് നിന്നാണ് ഈ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. അത് കിണറ്റിലെ പാറ പൊട്ടിക്കാനത്രേ. ഇത്രയും വലിയ അത് ഒന്നോ രണ്ടോ സാധനങ്ങളോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. ഇതല്ല, പെട്ടി ഓട്ടോറിക്ഷ കണക്കിനായിരുന്നു അതിനകത്തുനിന്ന് സ്ഫോടക വസ്തു ശേഖരം പുറത്തിറക്കിയത്. എന്നാൽ അപ്പുറത്തെ കിണറ്റിൽ വെടിവെച്ച് വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. NIA അവർ പിടികൂടിയുള്ളത് മാത്രമാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം പുറത്തെത്തിയത്. കൂട്ടത്തിലൊന്ന് പറയേണ്ടതുണ്ട്, ഈ മാഘമാസം ഒരിക്കലും ആചരിക്കാൻ ആവാതെ വന്നാലും, മല തന്നെ ഇളകിപ്പോയി കഴിഞ്ഞാലും, എന്തൊരു ചൊല്ലുണ്ട്, മല ഇളകിയാലും വേറെ ആളിളകില്ലെന്ന് മറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് അതൊന്നൊരു പ്രശ്നമല്ല. കാരണം അവരിൽ ഭൂരിഭാഗവും മതേതരത്വം കാച്ചിപ്പൊരിച്ച് 3 നേരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. മതേതര കിഴങ്ങ്, അങ്ങനെ എല്ലാവരും എന്തായി മാറി? മതേതര കിഴങ്ങന്മാരായിട്ട് മാറി ഭൂരിഭാഗം ആളുകൾ. ആയതുകൊണ്ട് തന്നെ അവർക്കിതൊരു പ്രശ്നമല്ല. മലപ്പുറം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിനി പാകിസ്ഥാനായിട്ട് മാറി എന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് അസത്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇനിയും മതത്തിൻ്റെ പേരിൽ മതം പൊട്ടാത്ത ആളുകൾ, വിവേകശാലികളായിട്ടുള്ള മുസ്ലിങ്ങൾ, അവരോടൊന്നേ പറയാനുള്ളൂ, ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ, ഇവിടെ ഭരിക്കുന്നത് സംഘപരിവാറുകാരാണ്. ഇനി ഭരിക്കാൻ പോകുന്നതും സംഘപരിവാറുകാരാണ്. അവരുടെ ഒപ്പം ഓടാനും മത്സരിക്കാനും കഴിവുള്ളൊരു ഗ്രൂപ്പ് ഇപ്പോഴും വളർന്നു വന്നിട്ടില്ല. നിങ്ങളിവിടെ കിടന്ന് ഒരു കൊച്ചു ലീഗിൻ്റെ ബലത്തിൽ അധികം കളിച്ചാൽ മലപ്പുറം അപ്രത്യക്ഷമാകും, കേന്ദ്രം ഏറ്റെടുക്കും. പിന്നെ മലപ്പുറം ഇന്നത്തെ രീതിയിൽ പിന്നെ തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, എയർപോർട്ട് അടക്കം. ആയതുകൊണ്ട് തന്നെ ഹിന്ദു വിരോധം മൂത്ത് തലതിരിഞ്ഞ് നടക്കുന്ന കഴിവേറി പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, മുമ്പ് പറഞ്ഞ പോലെ വിവേകശാലികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരാണ് അത് ചെയ്യേണ്ടത്.
മതത്തിൻ്റെ പേരിൽ മതം പൊട്ടാത്ത ആളുകൾ. ഇവിടെ ഞാൻ 4.5 വർഷമാണ് എൻ്റെ പഠനം, ഈ വേദാന്ത പഠനം. അത് കഴിഞ്ഞാൽ പിന്നെ ചാൻറ്റിങ് അത് പഠിക്കണമെന്നില്ല, ഞാൻ പോയി പഠിച്ചു, തേനിയിൽ പോയി പഠിച്ചു. സംസ്കൃതം വീണ്ടും എൻ്റെ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാഗപ്പൂർ പോയി. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കലില്ല. ഇവിടെ ഒരാൾ വരുന്ന സമയത്ത് ഓം ഹ്രീം എന്ന് പറയാറില്ല, ഞാൻ അവരൊപ്പം കൂടാറാണ്. അറിവ് ദാറ്റ് ഈസ് ടു ബി നോൺ, അത് എന്നിലിരിക്കും. അതിന് ചോദിച്ചാൽ അത് പറയുകയും ചെയ്യും. പക്ഷെ അത് തന്നെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള ഭക്ഷണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇത് പ്രമാണം, ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രമാണം, കൊത്തിയരിഞ്ഞത്, ഉപ്പിട്ട് വേവിച്ചത്, കിടക്കുന്നത് പ്രമാണത്തിൽ, ഉണരുന്നത് പ്രമാണത്തിൽ, സർവം പ്രമാണം. ആരും ഭ്രാന്തൊന്നും നമുക്കില്ല. ഏതായാലും ഇത്തരം കഴിവേറിപ്പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലത്. അവർ വീണ്ടും വീണ്ടും പ്രചോദിപ്പിച്ച് ഭ്രാന്ത് പിടിച്ചാൽ അവർക്ക് മാത്രമല്ല ഭവിഷ്യത്ത്, ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഭാവി അവർക്ക് ഇരുളടഞ്ഞതായിട്ട് മാറും. ആയതുകൊണ്ട് തന്നെ കടുത്ത പരിശ്രമം ആവശ്യമാണ്. മുമ്പ് പറഞ്ഞാൽ വിവേകശാലികളായിട്ടുള്ള മുസ്ലിങ്ങൾ, വിവേകശാലികളായിട്ടുള്ള ഉസ്താദുമാർ അവർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ ശ്രമിക്കാതിരുന്നാൽ ഭാവിയിൽ ഭവിഷ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇരവാദവും മുഴക്കി നെഞ്ചത്തടിച്ച് വാവിട്ട് നിലവിളിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മുസ്ലിങ്ങളെ നോക്കി പരിതപിക്കാനോ സഹതപിക്കാനോ ഒരാളും ഉണ്ടാവില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു ഭവിഷ്യത്തുണ്ടാകുമ്പോൾ അപ്പോഴേ അതിന് വിധി എഴുതാം, സ്വയം കൃതാനർത്ഥം. അതായത് അവനവൻ ചെയ്യുന്ന അനർത്ഥങ്ങളെ കൊണ്ട് വന്നു ചേരുന്നതാണ്. ഇതാണിപ്പോൾ ഉത്തരേന്ത്യയിൽ കാണുന്നത്. ഉത്തരേന്ത്യയിൽ ഒരുപാട് കളികൾ കളിച്ചു. ഇപ്പോൾ സ്ഥിതി എന്താണ്? പുറത്തിറങ്ങാൻ വയ്യ, അതന്നെ സ്ഥിതി. പ്രത്യേകിച്ച് യുപിയിലും മറ്റും. ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.